നമസ്കാരം. വല്ലാതെ ഭയപ്പെടുത്തുന്ന ചോര മണക്കുന്ന ഭൂമിയായി വീണ്ടും മാറുകയാണ് ധർമ്മസ്ഥല. രാജ്യത്തെ ഞെട്ടിച്ച് 5 അസ്ഥികൂടങ്ങളാണ് ഒടുവിലത്തെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലൊരു തലയോട്ടി ഒരു കുട്ടിയുടേതെന്നും കരുതുന്നു. ബംഗ്ലഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന് സംശയിക്കുന്ന വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി ബംഗ്ലഗുഡയിലെത്തിയപ്പോഴാണ് SITയെ ഞെട്ടിച്ചുകൊണ്ട് കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി SIT നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. അവിടെ നിന്നും തന്നെ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമ്പോൾ ദുരൂഹതയിൽ ഏറുകയാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട്. വീണ്ടും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, ഇത് വ്യാജ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് എല്ലാം എഴുതിത്തള്ളുന്ന ഒരു ഘട്ടം വരെ എത്തിയെടുത്ത് നിന്നാണ് വീണ്ടും ദുരൂഹതകൾ അണപൊട്ടി ഒഴുകുന്ന വിധം, കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന വിധമൊക്കെ അവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ വരുന്നത്. ബംഗ്ലഗുഡയിൽ നിന്ന് വീണ്ടും 5 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി എത്രമാത്രമാണ്? എന്താണ് SITയുടെ നീക്കം ഇനി? തീർച്ചയായും രേണുക, ബംഗ്ലഗുഡ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകിച്ച് ഈ നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ സംസ്ഥാന പാതയ്ക്കും ഇടയിലുള്ള വലിയ തോതിലുള്ള വനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ 5 അസ്ഥികൂടങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി SITക്ക് ലഭിച്ചിരിക്കുന്നത്. അത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു കുട്ടിയുടെ അസ്ഥികൂടം, ഇതിന്റെ തലയുടെ വലുപ്പം നോക്കിയാണ് അത്തരത്തിലൊരു കുട്ടിയുടേതാണെന്ന് നിഗമനത്തിൽ കൂടി എത്തിയിട്ടുള്ളത്. എന്തായാലും സെപ്റ്റംബർ 6-ാം തീയതി ഇതേ സ്ഥലത്ത് SIT നടത്തിയ പരിശോധനയിൽ 1-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതേ ഇടത്തു നിന്നാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ SIT നടത്തിയ ആ അന്വേഷണം, അതിൽ 11A എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ബംഗ്ലഗുഡ എന്ന് പറയുന്ന സ്ഥലം. അന്ന് അവിടെ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടവും ഒപ്പം 60ഓളം അസ്ഥി കഷ്ണങ്ങളും കിട്ടിയ ഒരു സ്ഥലമാണ്. ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യമുണ്ട്. ഒരു ഘട്ടത്തിൽ ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങളോ അതല്ലെങ്കിൽ ഇത്തരം മരണങ്ങളോ ഒന്നും നടന്നിട്ടില്ല, ഇതെല്ലാം വ്യാജ പ്രചരണമാണ് എന്ന് ഒക്കെ തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചതെന്നതും SITയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവരുടെ ഈ കേസിനെ തന്നെ നിർണായകമായ നീക്കമായി ഇപ്പോൾ മാറുന്നുണ്ട്. അത് മാത്രമല്ല, രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ചില പാത്രങ്ങളും ചില തുണികളും അത്തരം വസ്തുക്കളാണ്. അത് മാത്രമല്ല രേണുക, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബംഗ്ലഗുഡ എന്ന് പറയുന്ന ഇപ്പോൾ മൃതദേഹാവശിഷ്ടം ലഭിച്ച സ്ഥലം അതൊരു യുദ്ധക്കളം പോലെയുണ്ട് എന്നാണ് നമുക്ക് ഈ ഇതിൽ നിന്നും SIT ഉദ്യോഗസ്ഥരിൽ നിന്നും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അസ്ഥികൂടങ്ങളും അതുപോലെ തന്നെ തലയോട്ടികളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. ഇങ്ങനെ അത് പുറത്തും ഉണ്ട്, അതുപോലെ തന്നെ കുഴിച്ചിട്ട നിലയിലുമുണ്ട് എന്നാണ്. വിശദമായ ഒരു പരിശോധന ബംഗ്ലഗുഡ കേന്ദ്രീകരിച്ച് നടത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സെപ്റ്റംബർ 6, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-ലധികം അസ്ഥികൂടം ലഭിച്ച ആ ഘട്ടത്തിൽ തന്നെ ഈ ബംഗ്ലഗുഡ എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ SITയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ ആയുധധാരികളായ പോലീസിനെ ഇവിടെ കാവലേർപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിശോധന നടത്തിയപ്പോൾ ഇത്രയും വസ്തുക്കൾ ലഭിച്ചു. ഇനിയും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധ സാഹചര്യം, അതായത് യുദ്ധക്കളം പോലെ തോന്നുന്ന രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടത്തായും ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഈ ബംഗ്ലഗുഡയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും വാർത്തയിൽ വലിയ തോതിൽ ഇടം പിടിച്ച സ്ഥലമാണ്. കാരണം ഇതിനകത്ത് ഈ ബംഗ്ലഗുഡ എന്ന് പറഞ്ഞ വലിയ വിസ്തൃതിയിലുള്ള നിറയെ വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ഘട്ടത്തിൽ ന്യൂസ് 18 സംഘം നമ്മൾ ഉൾപ്പെടെ അതിനകത്ത് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അന്ന് ഈ പ്രദേശത്ത് 11A മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷാ വലയത്തിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനകത്ത് പല രഹസ്യങ്ങളും ഇതിനകത്ത് ഈ ബംഗ്ലഗുഡ എന്ന് പറയുന്ന ഇതിനകത്ത് വനത്തിനകത്ത് ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് SITയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ അസ്ഥികൂടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നതിൽ നമുക്ക് വിവരങ്ങളുണ്ടെങ്കിലും മന്ത്രവാദത്തിന് ഉപയോഗിച്ച ഈ വസ്തുക്കൾ ലഭിച്ചു എന്നതിന് ഏതെങ്കിലും തരത്തിൽ SIT ഇതിൽ ഒരു
സ്ഥിരീകരണം നൽകിയിട്ടില്ല. കാരണം നിലവിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ഈ തലയോട്ടി കൊണ്ടുവന്നത് ഈ സ്ഥലത്ത് നിന്നാണ്, ബംഗളകുട്ടയിൽ നിന്നാണ്. അത് വിട്ടൽ ഗൌഡ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മയുടെ സഹോദരനാണ് ഇത്തരത്തിൽ ഈ തലയോട്ടി അവിടെ നിന്ന് എടുക്കുന്നതും ഈ ചിന്നയ്യെ ഏൽപ്പിക്കുന്നതും. അത് ഇദ്ദേഹം SITയുടെ അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിരുന്നു. അങ്ങനെ വിട്ടല ഗൌഡയും കൊണ്ട് ഈ സ്ഥലത്ത് പോയി പരിശോധിച്ച് കൃത്യമായ ഈ ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ മൃതദേഹങ്ങൾ അത് ചൂണ്ടിക്കാട്ടി അവിടെ പരിശോധിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ ഇപ്പോൾ SITക്ക് ലഭിച്ചിരുന്നു. ഇത് 6 ബക്കറ്റുകളിലാക്കിയും അതുപോലെ തന്നെ പൈപ്പുകളിലാക്കിയുമാണ് SIT കൊണ്ടുപോയിട്ടുള്ളത്. ഇതും ബാംഗ്ലൂരുവിലെ ഫോറൻസിക് പരിശോധനയിലേക്ക് ലാബിലേക്ക് അയക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈജു, ഇപ്പോൾ ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ധർമ്മസ്ഥല എന്ന ഈ സ്ഥലം മാറുന്നു. അവിടുത്തെ ദുരൂഹതകൾ രാജ്യത്തെമ്പാടും ചർച്ചയാകുന്നു. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നയിച്ചത് ചിന്നയ്യ എന്ന് നമ്മൾ പിന്നീട് അറിഞ്ഞ ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകളാണ്. ആ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ തന്നെ ഈ വിട്ടലാണ് തനിക്ക് ആ SITക്ക് മുന്നിൽ സമർപ്പിച്ച അസ്ഥികൂടങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ വിട്ടൽ കാണിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഇനിയുള്ള കേന്ദ്രം എന്ന് പറയുന്നത് ചിന്നയ്യ അല്ല, വിട്ടൽ ഗൌഡയാണ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ? വിട്ടൽ സൂചിപ്പിച്ച സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. ചിന്നയ്യയ്ക്ക് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെയും ബംഗ്ലഗൌഡയിൽ നിന്നാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ വിട്ടൽ അവിടെ ചൂണ്ടിക്കാട്ടുന്നു, അവിടെ നിന്ന് കൂടുതൽ അസ്ഥികൂടങ്ങൾ കിട്ടുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ചിന്നയ്യയ്ക്കല്ല, വിട്ടൽ ഗൌഡയ്ക്കാണ് എന്നുകൂടി വരികയാണോ ഈ കേസിൽ? തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം രേണുക. ഇതിൽ തുടക്കത്തിൽ മാസ്ക് ധരിച്ച് മുഖം കാണാതെ ചിന്നയ്യ എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും ഒടുവിൽ പേര് വെളിപ്പെടുത്തിയ ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇയാളെ മുൻനിർത്തിയായിരുന്നു ഈ പോരാട്ടമെങ്കിൽ ഇതിലേറ്റവും ചുക്കാൻ പിടിച്ചത് വിട്ടൽ ഗൌഡ എന്ന് പറയുന്ന നേരത്തെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവനാണ്. ഇയാൾ ആണ് ഈ ഇത്തരത്തിൽ ഈ ബംഗളകുട്ടയിൽ നിന്നും ഈ തലയോട്ടിയെടുത്ത് ഈ ചിന്നയ്യക്ക് നൽകുന്നതും അതിനുശേഷം SIT കൃത്യമായ ഈ ചിന്നയ്യെ ചോദ്യം ചെയ്തതിലൂടെ ഇതെല്ലാം കൃത്യമായി കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം വിട്ടൽ ഗൌഡയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാൾ ഈ ബംഗളകുട്ടയിൽ നിരവധി മൃതദേഹങ്ങളുണ്ട്, താനത് കാട്ടിത്തരാമെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് വിട്ടൽ ഗൌഡയും കൂട്ടി ഈ ഒരു ബംഗളകുട്ടയിൽ നടത്തിയ തെരച്ചിൽ തന്നെയാണ് ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രധാനമായും ഈ തലയോട്ടി കൊണ്ടുവന്ന സ്ഥലത്ത് നിന്നും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അസ്ഥികൂടങ്ങൾ SITക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് വിട്ടല ഗൌഡയും കൊണ്ട് ഈ ബംഗളകുട്ടയിലേക്ക് പോകുന്നത്. അവിടെ മഹസർ ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയ ഇടം ചൂണ്ടിക്കാട്ടുന്നതും അവിടെ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതും. ഒപ്പം പുറത്തു തന്നെ, അതായത് കുഴിച്ചിടാത്ത രീതിയിലുള്ള തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് ബംഗളകുട്ടയിൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നതാണ് വാസ്തവം. അതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക, നമ്മൾ ആ തദ്ദേശീയരുമായി ആ സമയത്തൊക്കെ സംസാരിച്ചിരുന്നു. ഈ ബംഗളകുട്ടയെ കുറിച്ച് അറിയണമെന്ന്, കൂടുതൽ അറിയണം, അല്ലെങ്കിൽ അത് എന്താണ് ഒരു ഇവിടുത്തെ രഹസ്യം എന്നായിരുന്നത്. ആ തദ്ദേശീയരൊക്കെ വലിയ ഭയമായിരുന്നു. ഈ ബംഗളകുട്ട എന്ന് പറയുന്ന വനത്തിനകത്തേക്ക് കയറിയവരാരും തിരിച്ചു വന്നില്ല എന്ന തരത്തിലായിരുന്നു അവരെ വിശ്വസിച്ചിരുന്നത്. അത്രത്തോളം ഇതിനകത്ത് ഒരു പക്ഷേ ഈ ബംഗളകുട്ടയെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരുപാട് ഈ സംഭവങ്ങൾ ധർമ്മസ്ഥലയിൽ നടന്നതെന്ന് വേണം പറയാൻ. ഏതായാലും ഇതിൽ വലിയ തോതിലുള്ള വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 6 എന്ന പോയിന്റിലും ഒപ്പം ബംഗളകുട്ടയിലെ 11A എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. 17 പോയിന്റാണ് പരിശോധിച്ചത്. 70 പോയിന്റുകൾ ഉണ്ടെന്നായിരുന്നു ചിന്നയ്യ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ വിട്ടല ഗൌഡ എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇദ്ദേഹമായിരുന്നു ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ആളെന്ന് ഇപ്പോൾ SITക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അങ്ങനെയാണ് വീണ്ടും ഒരു പരിശോധന എന്ന ഒരു ദൗത്യവുമായി SIT മുന്നോട്ട് പോകുന്നതും ഇത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. അതായത് ഈ ഒരു 2 ആഴ്ചക്കകം തന്നെ 7-ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ബംഗളകുട്ടയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിരിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഴിച്ചിട്ട നിലയിലുമുണ്ട്, പുറത്ത് ഈ വനത്തിനകത്ത് പുറത്ത് ചിതറിക്കെടുക്കുന്ന രീതിയിലും ഉണ്ടായിരുന്നു. ഇതിൽ ഒരു തലയോട്ടി വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് അതൊരു കുട്ടിയുടേതാണെന്ന് കണ്ടെത്തിയത്. ഏതായാലും ഇത് കൊലപാതകമാണോ അതല്ല ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും അത് SITയുടെ വിശദമായ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ശരി, എന്തായാലും വലിയ ദുരൂഹതകൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ്. ഇതൊക്കെ വ്യാജ ആരോപണം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ
തെളിവുകൾ പുറത്തേക്ക് വരുന്നത്, കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നത്. SITയുടെ തന്നെ തെരച്ചിലിൽ ഏതാണ്ട് 5ഓളം അസ്ഥികൂട ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ വരാം KV ബൈജു. ഇപ്പോൾ മനാഫ് നമുക്കൊപ്പം ചേരുകയാണ്. മനാഫ്, താങ്കൾ ഇന്നലെ SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. തെളിവുകൾ, താങ്കളുടെ കൈവശമുള്ള തെളിവുകൾ കൈമാറി, ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. താങ്കൾ ഇപ്പോഴും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു, അവിടെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണ് അവിടെ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇന്നലെ മെനയാന്നുമായിട്ട് പല ആളുകളും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് SITൻ്റെ മുന്നിലെത്തിയിരുന്നു. ഒരു അച്ഛനെയും അച്ഛൻ്റെ സഹോദരിയും കൊല ചെയ്യപ്പെട്ടതിൻ്റെ കംപ്ലൈൻ്റായിട്ട് ഒരു കൂട്ടർ വന്നിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഒരു അമ്മ മകളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റായിട്ട് വന്നിരുന്നു. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പല ആളുകളും അവിടെ നിരന്തരമായിട്ട് പരാതിയായിട്ട് വരുന്നുണ്ട്. പല ആളുകളും അവിടെ വേറെ പല വ്യക്തികളും അവിടെ ശവങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വന്നതുണ്ട്. ചില ഈ ഭീമ തന്നെ ഈ ചിന്നയ്യ എന്ന് പറഞ്ഞ ആൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കുഴിച്ചിടുന്നത് കണ്ട ആളുകൾ രംഗത്ത് വന്നതുണ്ട്. ഇപ്പോൾ ഈ വിറ്റൽ ഗൗഡ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചും കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് കൊണ്ടുപോയി അദ്ദേഹം ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് അറിയാവുന്നതുണ്ട്, അത് കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ആളുകൾ ഇതുപോലെ ശവങ്ങൾ അവിടെ ഉള്ള കാര്യങ്ങൾ അറിയുന്ന ആളുകൾ. ഇനിയും പുറത്തു വരാത്ത ആളുകളെ, ഇതുപോലെ ദുരൂഹത ആരോപിക്കുന്ന ആളുകളെ താങ്കൾക്ക് അറിയാമോ? അതുകൊണ്ടാണോ ഇത്രയും ഉറപ്പിച്ച് ഇതിന്റെ നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും പല ആളുകളും അവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് സംരക്ഷണം ചെയ്യുന്നില്ല. ഇന്നലെ അവിടെ ഒരു എന്താ പറയുക, അവിടെ അടിപിടികൾ നടന്ന് ഇത് അവിടെ ഒന്നുമില്ലെങ്കിൽ ഈ ഇന്നലെയും ഭയങ്കര തോതിലുള്ള അടിപിടികൾ നടന്ന് ഇതെന്തിന് നടക്കേണ്ട ആവശ്യം? ഡി ഗാങ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇന്നലെ ഈ ബംഗ്ലഗുഡൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ ആ പ്രദേശത്തുനിന്നും അസ്ഥികളോ മറ്റുള്ള ആളുകളെ കുഴിച്ചിട്ടിട്ടോ ഇല്ലെങ്കിൽ ജനങ്ങൾ എന്തിനാണ്, ഈ ടൈപ്പ് ആളുകൾ എന്തിനാണ് ഭയപ്പെട്ട് അതിന് തടസ്സം നിൽക്കേണ്ട ആവശ്യം? അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വരുന്നതിൻ്റെ ലക്ഷണമാണ് കർണാടകൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പം വിറ്റൽ ഗൗഡക്ക്, അതേമാതിരി വിറ്റൽ ഗൗഡൻ്റെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വിറ്റൽ ഗൗഡ കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളും. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടാലറിയാം, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭയപ്പാടില്ല, അദ്ദേഹം മുഖംമൂടി ധരിക്കുന്നില്ല, അദ്ദേഹത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കണില്ല, അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. അദ്ദേഹം കൂളായിട്ട് എല്ലാ സ്ഥലങ്ങളും, അദ്ദേഹം ജനിച്ച് വളർന്ന നാടാണ്, ആ നാട്ടിൽ അവിടെ നടന്നുകൊണ്ടിരിക്കണ ഈ ഇത്തരത്തിലുള്ള ക്രൂരമായ പൈശാചികമായ ഹീനകൃത്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലും ലോകത്തിന് മുന്നിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെ പല ആളുകളും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അവിടെ നടന്നതിനെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാൻ. ഇതിനെ പല രൂപത്തിലും പല കോണിൽ നിന്നും അമ്പലത്തിനെതിരെയുള്ള പ്രചരണമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കവചം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഇത് അമ്പലമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് അമ്പലത്തിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം തന്നെ ഇത്രയും വിട്ടിട്ടുള്ള ഈ സ്ഥലത്ത് നടക്കുന്ന ഈ ഭയാനകമായി ആളുകൾ നെട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് എന്താവുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിറ്റൽ ഗൗഡയെ മനാഫ് കണ്ടിട്ടുണ്ടോ? അയാളുമായി സംസാരിച്ചിട്ടുണ്ടോ? അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കും എന്നാണോ മനാഫ് കരുതുന്നത്? ഈ ചിന്നയ്യയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിറ്റൽ ഗൗഡയ്ക്ക് അറിയാമെന്നാണോ താങ്കളുടെ വിശ്വാസം? തീർച്ചയായിട്ടും അറിയാമെന്നുള്ളതാണ് വിശ്വാസം.
അദ്ദേഹം കാണിച്ചു കൊടുക്കേണ്ട അതൊക്കെ കൃത്യമായിട്ട് ശരിയാവുന്നുണ്ട്. പിന്നെന്താ, അദ്ദേഹത്തിന് വേറെ ഒന്നുണ്ട്, കാണാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരാളൊന്നല്ലല്ലോ, ഭീകരനൊന്നുമല്ലല്ലോ. അദ്ദേഹം ഒരു സത്യസന്ധമായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അങ്ങനത്തെ ആളുകളെ കാണാനോ സംസാരിക്കാനോ നിൽക്കണതിൽ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോലും സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടോ വിട്ടൽ? ഇല്ല 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 ഒന്നുമില്ല. അദ്ദേഹം ആരും ആരുടെ കാര്യങ്ങളും പങ്കുവെക്കാറില്ല. അത് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ SITനെ ധരിപ്പിച്ച്, അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം SITനെ ധരിപ്പിച്ച്, അഭിഷേകിന് അറിയുന്ന കാര്യങ്ങൾ അഭിഷേക് ധരിപ്പിച്ച്, ജയന്തിന് അറിയുന്ന കാര്യങ്ങൾ ജയന്ത് ധരിപ്പിച്ച്, അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോണത്. ഞങ്ങളെല്ലാവരും ധരിപ്പിച്ച കാര്യങ്ങൾ ഒന്നാണോ എന്നുള്ളത് നോക്കണ അതും നോക്കാറുണ്ട് SIT. ശരി, മനാഫിലേക്ക് ഞാൻ തിരിച്ചു വരാം. KV ബൈജു തുടരുന്നുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നമുക്കൊപ്പം മനാഫ് തുടരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പിന്നോട്ടില്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അവിടെ കൂട്ടക്കുരുതികൾ നടന്നിട്ടുണ്ട്, കൂട്ടക്കൊല നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനാഫ് പറയുന്നത്. മനാഫ്, താങ്കൾക്കെതിരെ ഇപ്പോൾ ഉടുപ്പി പോലീസിന്റെ FIR ഇതിനോടകമുണ്ട്. ഇനിയും നിയമ പോരാട്ടം തുടരും എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ എന്തും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടാണോ? ജീവന് ഭീഷണിയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇന്നലെ SITക്ക് തെളിവുകൾ കൈമാറിയതിനു ശേഷം അത്തരം ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ശിരൂർ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു 10ഓളം കേസുകൾ, 11 കേസാണ് ഉണ്ട്. 11 കേസ് എനിക്കെതിരെ ഉണ്ടായി. ഇപ്പം ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഇടപെട്ടിട്ട് 11 കേസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് എത്ര കേസ് ഉണ്ടായാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവിടെ പല ആളുകളും, മാഡം ശ്രദ്ധിച്ചിക്കണോ അറിയില്ല, എരൻ്റെ കൂടെ അല്ല ഉള്ളത്, വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് പല ആളുകൾക്കുള്ളത്. ഇപ്പം തന്നെ ഇന്നെ SIT വിളിപ്പിച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ പല മാധ്യമങ്ങളിലും എനിക്കെതിരെ അതാ ഇവനെ സുഡാപ്പി, ജിഹാദി, ഇവനെ പിടിച്ചു, ഇതാ കൊണ്ടുപോയി ജീവപര്യന്തം, ഇങ്ങനെയൊക്കെയുള്ള മോശം കാര്യങ്ങളാണ് പല മാധ്യമങ്ങളിലും. ഇവർക്കെതിരെ ഞാൻ എന്താ പറഞ്ഞാൽ കേസിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതൊരു വിഷയം. പിന്നെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടുന്ന കാര്യമാണ്, ഒരുപാട് സാധാരണ മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാടുകളിലൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് അസ്ഥികൾ മനുഷ്യരുടേതാണ്. ഒരു കാലത്ത് ഇവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം എല്ലാവരും. ഇവരൊക്കെ ഏത് തരത്തിലാണ് കൊല ചെയ്യപ്പെട്ടതും ഇത് സ്വാഭാവികമായിട്ടും ഒരാൾ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള പൊതുസമൂഹം അറിയണം. അതിനെന്താണ് അത് അവർക്കുണ്ടായത്. ഇനി കൊലപാതകമാണെങ്കിൽ അത് ആരാണ് ചെയ്തത്, അവരെ ശിക്ഷിക്കപ്പെടണം. ഇനിയല്ല, ഇനി ഈ ജനങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഒരു ആത്മഹത്യ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ അവരുടെ വീടുകൾ അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു പൂർണ്ണ വിടവാങ്ങൽ അവർക്ക് കൊടുക്കുക, കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ സമൂഹത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്തായാലും മനുഷ്യരുടെ അസ്ഥികളാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, പല സ്ഥലത്തും കേട്ട് അവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്താൽ പുണ്യം കിട്ടും, അതുകൊണ്ടാണ് അവിടെ ആത്മഹത്യ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഒരുപാട് ആളുകളെ കാണാതായതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നേ വരെ ഒരു ആൾ പോലും എൻ്റെ അച്ഛൻ അവിടെ പോയിട്ട് ആത്മഹത്യ ചെയ്തിക്കണ, അല്ലെ എൻ്റെ മകൾ അവിടെ പോയി ആത്മഹത്യ ചെയ്തിക്കണമെന്ന് ഒരാൾ പോലും വന്ന് പറഞ്ഞിട്ടില്ല. ആലോചിക്കണം, ഇപ്പം ഇത് ആത്മഹത്യയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ മുന്നോട്ട് വരണം? അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട്.
അത് ചോദിക്കുമ്പോൾ ഏതായാലും ഇപ്പോൾ SIT ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഇടത്ത് ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വസ്തുത എന്ത് എന്നുള്ള അന്വേഷണം നടക്കുന്നു, മറുഭാഗത്ത് ഇതുപോലെയുള്ള തെരച്ചിലും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ SITയുടെ പ്രവർത്തനത്തിൽ താങ്കൾക്ക് പൂർണ്ണ വിശ്വാസമാണോ? മറ്റൊന്ന്, താങ്കൾ മലയാളിയാണോ എന്നുള്ള സംശയം പോലും ഉയർത്തുന്നുണ്ട് പല സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ. അപ്പോൾ അത് സംബന്ധിച്ചു കൂടി ഒരു വ്യക്തത. ഒന്ന് SITന്റെ കാര്യം പറയാം. ആദ്യം SIT എന്ന് പറയുന്നത് കർണാടകയിൽ കിട്ടാവുന്ന മെയിൻ ഇത് ഒരു IPS റാങ്കിലുള്ള ആളുകളെ പറ്റിയിട്ടാണ്. അതിൻ്റെ ചെറിയ റാങ്കിലുള്ള ആളുകളെ പറ്റിയിട്ടല്ല. ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെയാണ് SITയിൽ ഉൾപ്പെടുത്തിയത്. ഈ അത്ര നല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായ ഒരു തെരച്ചിലാണ് നടക്കുന്നതെന്ന് 4 ദിവസം കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇതിലിപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകളെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാത്ത ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു ജയൻ, എന്ത് ജയനാണ് ഓർമ്മയില്ല, അയാളെ ഒരു വിക്കുള്ള ഒരു മനുഷ്യനാണ്, അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ലെറ്റർ അയച്ചിക്കണ് ദയാവധത്തിന് അനുവദിക്കണം. അയാൾ ഈ സൗജന്യ കേസിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക പ്രതിയാണെന്ന് സൗജന്യൻ്റെ അമ്മ പലവട്ടം പല കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം ആ മനുഷ്യന് ദയാവധത്തിന് അപേക്ഷിച്ചിക്കണ്. അപ്പം അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ ഈ അടുത്ത കാലത്താണ് കർണാടകയിൽ വോട്ട് ചെയ്തത്. അവിടെ ഇനിയും ഞാൻ ഇപ്പോഴാണ് കേരളത്തിലേക്ക് എൻ്റെ വോട്ടിങ് ഇവിടേക്ക് ആക്കിയത്. അത് ഞാൻ അവിടെ ജീവിച്ച് വളർന്ന ആളാണ്. ഈ ബെൽത്തങ്കടിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് കച്ചവടം ചെയ്ത് നടന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കർണാടകയിലുള്ളവർക്ക് ഇല്ലാത്ത പ്രയാസം ഇവിടെ കേരളത്തിലുള്ളവർക്ക് വേണ്ട. ഞാൻ കർണാടകയിലാണ് വളർന്നതും പഠിച്ചതും ഒക്കെ. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഇന്ത്യയിൽ എവിടെയുള്ള പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. ശരി, എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ സത്യം അറിയും വരെ മുന്നോട്ട് പോകുമെന്നതാണ് മനാഫ് പറയുന്നത്. എന്തായാലും ബംഗ്ലഗുഡയിൽ നിന്ന് 5 പേരുടെ അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതൊന്ന് കുട്ടിയുടേതാണെന്നുൾപ്പെടെയുള്ള വളരെ ദുരൂഹത നിറഞ്ഞ വാർത്തകൾ വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. അതിനോടുള്ള പ്രതികരണമാണ് മനാഫ് നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം മീറ്റ് ദ ലീഡർ കാണാം.